രാഹുലിനെതിരെ നിയമ നടപടികൾക്കില്ല എന്നും മൊഴികൾ നൽകാൻ തയ്യാറല്ല എന്നും ഇരകൾ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയാണിത്. പക്ഷേ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കുന്നുവെന്നും പറയുന്നു. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇവർ എന്തുകൊണ്ട് പരാതിയുമായി മുന്നോട്ടു പോകുന്നില്ല? പരാതിയുമായി മുന്നോട്ടു പോയാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് ഇവർക്ക് നന്നായി അറിയാം. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചാൽ പിന്നിലുള്ള ഗൂഢാലോചനകൾ എല്ലാം പുറത്തുവരുമെന്നതും ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ കേസിന് പോകുന്നില്ല? കളിച്ചും ചിരിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ധൈര്യശാലിയായ യുവനടി പിന്നീട് ഓൺലൈൻ മാധ്യമങ്ങളിലും മറ്റും നിറഞ്ഞു നിന്നതും ഫോട്ടോഷൂട്ടുകൾ നടത്തി ലൈക്കുകൾ വാരിക്കൂട്ടിയതുമല്ലാതെ വേറെ എന്താണ് ചെയ്തത്? ഒരു യുവരാഷ്ട്രീയ നേതാവിന്റെ ഭാവി മുഖമറിയത്താക്കി എന്നതാണോ ഇവർ ചെയ്ത കാര്യം? പരിചയമുള്ളവർക്കെതിരെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ആരോപണങ്ങൾ ഉയർത്താം, അയാളുടെ ഭാവി നശിപ്പിക്കാം, അതിന് ഒരു പെണ്ണായാൽ മതിയെന്ന തെറ്റായ സന്ദേശമല്ലേ ഇവർ പൊതുസമൂഹത്തിന് നൽകിയത്? യുവനടി മൊഴി നൽകിയെന്ന് റിപ്പോർട്ടർ ചാനൽ പറയുന്നുണ്ടെങ്കിലും രാഹുലിനെതിരായതാണോ മൊഴി എന്നൊന്നും വ്യക്തത വരുത്തുന്നില്ല. കൂടാതെ ഈ ചാനലിൽ തന്നെ ചർച്ചയ്ക്ക് വന്നപ്പോൾ യുവനടി തന്റെ ഭാഗത്ത് യാതൊരുവിധ തെളിവുകളും ഇല്ല എന്ന് വെളിപ്പെടുത്തിയതും നാം കണ്ടതാണ്. രാഹുലിന് എതിരെ ആരോപണം ഉന്നയിച്ച ഒരു യുവനടി മാതൃഭൂമി ചാനലിന്റെ ന്യൂസ് കാർഡ് പങ്കുവച്ച് തന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നവയല്ല, അത് സത്യസന്ധമാണ്. നിയമപരമായി മുന്നോട്ടില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിക്കുകയാണ് ലക്ഷ്യം. നിയമം തെളിവുകളും നടപടികളും മാത്രമാണ്. മാറ്റം സമൂഹത്തിലാണ് വരേണ്ടത്. പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പതപ്പിക്കലുകാർക്കും വെളുപ്പിക്കലുകാർക്കും നക്കാപ്പിച്ച് നക്കാം, പ്രത്യേകിച്ച് സദാചാര അമ്മച്ചിമാർക്ക്. ഒരു കാര്യം വ്യക്തമാക്കട്ടെ, നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ലല്ലോ. സൈബർ അറ്റാക്കിനെക്കുറിച്ചാണെങ്കിൽ അതൊരു ബഹുമതിയായി കാണുന്നു. കാരണം ഉന്നയിച്ച കാര്യം കൊള്ളുന്നവർക്ക് പൊള്ളുന്നതുകൊണ്ടാണല്ലോ ഈ പെയ്ഡ് ആക്രമണം. ആരോപണങ്ങൾ ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നടത്തിയ പല പ്രസ്താവനകളും കള്ളത്തരമാണെന്നും അവർ ഉരുണ്ടു കളിക്കുകയാണെന്നും മനസ്സിലായിട്ടും എതിർചോദ്യങ്ങൾ ഒന്നും ചോദിക്കാതെ ഒരു യുവരാഷ്ട്രീയക്കാരനെ അങ്ങ് തീർത്തു കളയാമെന്ന് ചിന്തിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ എവിടെയാണ്? അതോ ഇവർക്കാർക്കും ഈ നീതിന്യായ വ്യവസ്ഥിതിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ കേസുമായി മുന്നോട്ടു പോകാത്തത്? ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ട് കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ പ്രമുഖ ചാനൽ ഇപ്പോൾ എവിടെ? ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞ തെളിവുകൾ എവിടെ? ആളുകളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറി ചാനൽ റേറ്റിംഗിനായി ഓടുന്ന ഓട്ടത്തിൽ പല ധാർമ്മിക മൂല്യങ്ങളും ചവിട്ടി മെതിക്കാതിരുന്നാൽ കൊള്ളാം. ഒരിക്കൽ നിങ്ങളുടെ സ്വകാര്യതയും വിറ്റ് മറ്റുള്ളവർ പണമാക്കുമെന്ന് ഓർത്താൽ നല്ലത്. ഇരകളാരും പരാതിയുമായി വന്നില്ലെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് പാർട്ടി രാഹുലിന് സംരക്ഷണം ഒരുക്കണം. ഇതിനു പിന്നിലെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരുന്നതുവരെ പോരാടണം. ആരുടേതാണെന്നറിയാത്ത ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ട് പിന്നീട് 4-5 പേർ കൂടിയിരുന്ന് മസാല പുരട്ടി കഥകൾ അവതരിപ്പിക്കുക എന്നത് എന്തു മാധ്യമധർമ്മമാണ്? ആർക്കും പരാതിയില്ലാത്ത കേസിൽ കുറച്ച് ഇക്കിളി കഥകൾ ചേർത്ത് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സുഖമെന്താണ്? ഇത്തരം മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ഇത്തരം ചാനലുകാരെ ജനം ബഹിഷ്കരിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് വരും തലമുറയ്ക്ക് ആപത്താണ് എന്നതിൽ ഒരു സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക ആരോപണ കേസിൽ പരാതിക്കാർ ഇത്തരം മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പരാതികൾ ഉന്നയിച്ചിരിക്കുന്നത്. പരാതിക്ക് കാരണമായ വാർത്ത നൽകിയവർ അല്പം പൊതുബോധം ഉള്ളവരാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ തെളിവുകൾ നൽകേണ്ടേ? സംഭവം കൈവിട്ടുപോയപ്പോൾ ഒന്നും മിണ്ടാതെ മുങ്ങിയിരിക്കുകയാണ് ഈ പ്രധാന ചാനലുകൾ. ഒരു യുവാവിനെ വീടിന്റെ ഇരുട്ടറയിലേക്ക് തള്ളിവിട്ട് സമൂഹത്തിന്റെ മുൻപിൽ കരിവാരിത്തേച്ച് അവനെ അവന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ചതിന് എന്തു മറുപടിയാണ് നിങ്ങൾക്കുള്ളത്? ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഏത് നേതാവുമായിക്കൊള്ളട്ടെ, ഇത്തരം വാർത്തകൾ പടച്ചുവിട്ട് അവരുടെ വ്യക്തിജീവിതം താറുമാറാക്കാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.